ഹായോ. അപ്പൊ നമ്മൾ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാണ്. ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹിസ്റ്ററിയെ സംബന്ധിച്ച് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമതായിട്ട് ചോദിക്കുന്നത് എന്താണ് ജതകാസ്? ജതകാസ് എന്താണെന്ന് ചോദിച്ചാല് ബുദ്ധന്റെ പഴയകാല ജന്മങ്ങളെ പറ്റിയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കഥകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജതകാസ് എന്ന് പറയുന്നത്. അപ്പൊ ജതകാസ് എന്താന്ന് ചോദിച്ചാൽ ബുദ്ധന്റെ പഴയകാല ജന്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ് ജതകാസ് എന്ന് പറയുന്നത്. രണ്ടാമതായി ചിലപ്പം ചോദിക്കാം എന്താണ് ആർക്കിയോളജി? എന്താണ് ആർക്കിയോളജി? ആർക്കിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഭൗമികമായിട്ടുള്ള അവശിഷ്ടങ്ങളുടെ പഠനമാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആർക്കിയോളജി എന്ന് ചോദിച്ചാൽ ഭൗതികമായിട്ടുള്ള അവശിഷ്ടങ്ങളുടെ പഠനമാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കുഴിച്ചിട്ട് അതിന്റെ അകത്ത് നിന്നും എന്താണ് പണ്ടത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസസ് ഒക്കെ കിട്ടിയിട്ട് അതിനെ പരിശോധിച്ച് പണ്ടത്തെ കാലഘട്ടത്തെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നമ്മുടെ ആർക്കിയോളജി എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു ഇതിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പൗരാണികമായിട്ടുള്ള അവശിഷ്ടങ്ങൾ കിട്ടും, അതേപോലെ തന്നെ കരകൗശല വസ്തുക്കൾ കിട്ടും. അങ്ങനെയുള്ള ചരിത്രത്തിന് വേണ്ടിയിട്ടുള്ള ചരിത്ര പ്രാധാന്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് നമ്മുടെ ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് പണ്ടത്തെ കാലഘട്ടം ഇങ്ങനെയാണെന്നും പണ്ടത്തെ കാലഘട്ടത്തിൽ ഇന്ന രീതിയിൽ ജീവിച്ചിരുന്നു എന്നും ഒക്കെ ചരിത്ര പ്രാധാന്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആർക്കിയോളജിയിലെ എവിഡൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് ചോദിക്കാം എന്താണ് കാർബൺ ഡേറ്റിംഗ് മെത്തേഡ്? എന്താണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് കാർബൺ ഡേറ്റിംഗ്? കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു സയന്റിഫിക് മെത്തേഡാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന ഫോസിൽസ് കിട്ടും, അതേപോലെ തന്നെ മൃഗങ്ങളുടെയും അതേപോലെ തന്നെ മനുഷ്യരുടെയും അസ്ഥികൂടങ്ങളൊക്കെ കിട്ടില്ലേ. അപ്പൊ ഈ അസ്ഥികൂടങ്ങളുടെ ഏജ് എത്ര വർഷത്തിന് മുമ്പാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുടെ വയസ്സ് അല്ലെങ്കിൽ എത്രത്തോളം ഏജ് പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓർഗാനിസത്തിന്റെ കാര്യത്തിലാണ് കേട്ടോ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോദിക്കാം എന്താണ് ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ഉപനിഷത്ത്? ഉപനിഷത്തുകളെ പറ്റി നമുക്ക് ചോദിക്കാം. എന്താണ് ഉപനിഷത്തുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു വേദമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഭാരതീയ തത്വ ചിന്ത ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. അപ്പൊ ഭാരതീയ തത്വചിന്ത ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഉപനിഷത്ത്. ഇതിന് നമ്മൾ വേദങ്ങളുടെ അവസാനം എന്നും കൂടി പറയുന്നുണ്ട്. ഇത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇത് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് അടുത്ത് പോയിട്ടിരുന്ന് ആ ജ്ഞാനം സമ്പാദിക്കുന്ന രീതിയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഗുരുകുല സമ്പ്രദായമാണ്. അതായത് ഗുരുവിന്റെ അടുത്ത് പോയിട്ടിരുന്ന് ജ്ഞാനം സമ്പാദിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ പാലിയോഗ്രഫി. എന്താണ് പാലിയോഗ്രഫി? പാലിയോ എന്ന് വെച്ചാൽ എന്താണ്? ഓൾഡ്. ഗ്രഫി എന്ന് വെച്ചാൽ റൈറ്റിംഗ്സ്. അതായത് നമ്മുടെ ആൻഷ്യൻ മിഡീവിയൽ ടൈം അല്ലെങ്കിൽ പ്രാചീന, അതേപോലെ തന്നെ പ്രാചീന മധ്യ ആ ഒരു കാലഘട്ടത്തിലെ ഇത് എഴുത്തുകൾ ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ പാലിയോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ ആൻഡ് മിഡീവിയൽ ഹാൻഡ് റൈറ്റിംഗ്. അപ്പം പണ്ടത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ ആ ഒരു എഴുതിയ മെറ്റീരിയൽസ് ഉണ്ട്, റിട്ടേൺ എവിഡൻസ്, ആ എവിഡൻസുകളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പാലിയോഗ്രഫി എന്ന് പറയുന്നത്. നോക്കി വെച്ചേക്ക, 2 മാർക്കിന് ചോദിക്കും. ഇനി നമുക്ക് ചോദിക്കാം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ്. നമുക്കറിയാം ഈ ഫോറിൻ ട്രാവലേഴ്സിനെ പറ്റിയിട്ട്, അതായത് ആൻഷ്യൻ ടൈമിൽ നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച ഫോറിൻ ട്രാവലേഴ്സിനെ പറ്റിയിട്ടാണ് എഴുതാനായിട്ടുള്ളത്. നമുക്കറിയാം ഒരു മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം മെഗസ്തനീസ്. മെഗസ്തനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ട്രാവലർ ആണ്. പുള്ളിക്കാരൻ മഗധ ആ ഒരു സാമ്രാജ്യത്തിന്റെ പീരീഡിലാണ് ഇന്ത്യയിലേക്ക് സന്ദർശിച്ചത്. ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യക്ക എന്ന് പറഞ്ഞ ബുക്ക് അദ്ദേഹം എഴുതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തെ പറ്റിയിട്ടും മഗധ എന്ന് പറഞ്ഞ ഒരു കിങ്ഡത്തിനെ പറ്റിയിട്ടും ആ കിങ്ഡത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള തിയറീസിനെ പറ്റിയിട്ടും അവിടുത്തെ രാജാവിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിച്ചതിനെ പറ്റിയിട്ടും ഒക്കെയുള്ള എവിഡൻസ് ഒക്കെയാണ് എന്താണ് മഗധ അല്ല ഇന്ത്യക്ക എന്ന് പറഞ്ഞ ആ ഒരു നോവലിനായിട്ട് പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ളത്. അപ്പം
ഫോറിൻ ട്രാവലേഴ്സ് നമ്മുടെ ഇന്ത്യക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ അന്നത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനെ പറ്റിയിട്ടും അന്നത്തെ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടും അന്നത്തെ രാജാക്കന്മാരുടെ ഭരണത്തെ പറ്റിയിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അവരവരുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊരു എവിഡൻസ് ആണ്. നമുക്ക് ഈ എന്താണ് പുരാതന കാലഘട്ടത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു എവിഡൻസ് കൂടിയാണ് ഈ ഫോറിൻ ട്രാവലേഴ്സിന്റെ ഈ റിട്ടേണിംഗ് എവിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി വെച്ചേക്കാം. ഗൈഡിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ട് എന്താണ് ഈ മറൈൻ ആർക്കിയോളജി. മറൈൻ എന്ന് വെച്ചാൽ എന്തോന്നാണ്, നമ്മുടെ സമുദ്രത്തിന്റെ അടുത്തത്തിനെ പറ്റിയിട്ടുള്ള പഠനത്തെയാണ് മറൈൻ ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡസ് ആർക്കിയോളജി ഹെൽപ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡിങ് ദി പാസ്റ്റ്. എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ ആർക്കിയോളജിസ്റ്റ് എന്താണ് നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അതായത് ആർക്കിയോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വഴി നമ്മുടെ പാസ്റ്റിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ആർക്കിയോളജിക്കൽ എവിഡൻസ് വഴി നമ്മുടെ പാസ്റ്റിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഹരപ്പൻ സിവിലൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഹരപ്പയിൽ നിന്ന് കുറെ കുഴിച്ച സമയത്ത് എന്താ കുറെ പാത്രങ്ങളും അതേപോലെ തന്നെ കുറെ അവശിഷ്ടങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. പണ്ടത്തെ കാലഘട്ടത്തിലെ ആളുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ പണ്ടത്തെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും അവരുടെ ആ ഒരു എക്കോണമി അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയായിരുന്നു, അവിടുത്തെ കൾച്ചർ ഇങ്ങനെയായിരുന്നു, അവിടുത്തെ കൃഷി ഇങ്ങനെയായിരുന്നു, ഇന്ന ഇന്ന വിളകൾ അവർ കൃഷി ചെയ്തു. അങ്ങനെയുള്ള പണ്ടത്തെ കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വിവരണം ലഭിക്കാനായിട്ട് നമുക്ക് എന്താണ് ഈ ആർക്കിയോളജി എന്ന് പറയുന്ന ആ ഒരു ആർക്കിയോളജിസ്റ്റിന്റെ എവിഡൻസ് കൊണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് റിലീജിയസ് ലിറ്ററേച്ചർ ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. ആൻഷ്യന്റ് ഇന്ത്യ ടൈംസിലുണ്ടായ റിലീജിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ആൻഷ്യന്റ് ഇന്ത്യ ടൈമിൽ എന്താണ് 4 വേദാസ് ഉണ്ടായിരുന്നു. ഏതൊക്കെ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഇങ്ങനെ 4 വേദാസ് ഒരു ലിറ്ററേച്ചർ വർക്കാണ്. പിന്നെ ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു, രാമായണം ഉണ്ടായിരുന്നു, മഹാഭാരതം ഉണ്ടായിരുന്നു. രാമായണം മഹാഭാരതം പുരാണാസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും റിലീജിയസ് ആയിട്ടുള്ള വർക്കുകൾ എപ്പോ ഉണ്ടായിരുന്നു? നമ്മുടെ ആൻഷ്യന്റ് ടൈമിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കിക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ഇൻസ്ക്രിപ്ഷൻ ഹെൽപ്സ് ഇൻ ടു അണ്ടർസ്റ്റാൻഡിങ് ദി പാസ്റ്റ്. ഈ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ശിലാലിഖിതങ്ങൾ. ശിലയിലൊക്കെ പോയിട്ട് എഴുതി വെച്ചേക്കുന്ന ആ ഒരു ലിഖിതങ്ങൾ നമ്മുടെ പാസ്റ്റിനെ മനസ്സിലാക്കാൻ, അതായത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലഘട്ടത്തിലെ സോഷ്യോ എക്കോണമിക് കണ്ടീഷനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു, പണ്ടത്തെ പൊളിറ്റിക്കൽ തിയറീസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു, അതേപോലെ തന്നെ പണ്ടത്തെ ആളുകൾ ഏതൊക്കെ ലിപി യൂസ് ചെയ്തു, അവരുടെ കൾച്ചേഴ്സ് എങ്ങനെയായിരുന്നു, അവർ എങ്ങനെയൊക്കെ ഏതൊക്കെ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്, കൂടുതൽ കാര്യങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഇൻസ്ക്രിപ്ഷനും സഹായിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാവരും ഗൈഡ് നന്നായിട്ട് വായിക്കുക കേട്ടോ. ഇതിന്റെ ലാസ്റ്റ് നമ്മൾ ഒരു 5 ചാപ്റ്റർ ആവുമ്പോൾ 5 ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്ക്ഔട്ട്